നമുക്കൊന്ന് ജിമ്മിൽ പോയിട്ട് വരാം. കഴിഞ്ഞ ഡേയ്സിൽ നൈക്കയിൽ ബർത്ത്ഡേ ബ്ലാസ്റ്റ് നടന്നപ്പോൾ കുറേ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ ഓർഡർ ആക്കിയ 2 ഐറ്റം ഇന്ന് വന്നിട്ടുണ്ട്. ബ്ലൂ ഡാർട്ട് വഴിയാണ് പ്രൊഡക്റ്റൊക്കെ വന്നത്. ടോട്ടൽ 4850 റുപ്പീസ് ആയിട്ടോ. അങ്ങനെ പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ടാക്കാമെന്ന് വെച്ചു. സംഭവം അതിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്നുകൂടി അത് അൺബോക്സ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. പിന്നെന്താ, അതെൻ്റെ ട്രെയിനർ ബാധുവിനെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യിച്ചു. അവൻ ഈ ഐക്കോണിക് പ്രൊഫഷൻ്റെ കേളർ കണ്ടിട്ട് ചോദിച്ച് ഇതെന്താ ജസ്റ്റിനെ ചൂണ്ടയാണോ എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി ആദ്യം തന്നെ നല്ല തണുത്ത വെള്ളം കുടിച്ചു. പിന്നെ ഉമ്മിച്ച് നല്ല ചായയും റസ്ക്കും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. എനിക്ക് ഈ ചായ മാത്രം കിട്ടിയാൽ മതി, വേറെ ഫുഡിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെ പിന്നെ നമ്മുടെ പണിയിലേക്ക് കിടക്കാം. ഇന്ന് ഫുള്ള് ക്ലീനിങ് ആണ്. അപ്പോഴാണ് ഈ സാരി കണ്ടത്. ഇത് ഞാനൊരു തമിഴ് റീലിന് വേണ്ടി വെച്ചിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന വാർഡ്രോപ്പ് ഇങ്ങനെ ആക്കാൻ അരമണിക്കൂർ എനിക്ക് വേണ്ടി വന്നു. ഇന്ന് ഞാൻ യൂസ് ആക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഇത് പ്ലമ്മിൻ്റെ അലോവേറ ജെല്ലാണ്, സൂപ്പറാണ് കേട്ടോ. പിന്നെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ യൂസ് ആക്കുന്നതല്ല, ഇത് ഉമ്മ യൂസ് ആക്കുന്നതാണ്, VLCCയുടെ സൺസ്ക്രീം. പിന്നെ ഇത് ഫോഗിൻ്റെ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇതെൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനാണ്, പഴയ ലിപ്സ്റ്റിക് കളക്ഷനാണ്. UAയിൽ വെച്ച് ഞാൻ കൊണ്ടുവന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ ഇതൊന്നുമല്ല കേട്ടോ യൂസ് ആക്കുന്നത്. അങ്ങനെ നമ്മൾ വൈകിട്ടായപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വന്നു. അവിടുന്ന് പൊറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും ഒക്കെ പറഞ്ഞു. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരു പൊറോട്ടയാണ് കഴിച്ചത്. ചിലപ്പോൾ എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാവും, അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വേസ്റ്റ് ആക്കിയില്ല. ഞങ്ങൾ 3 പേരും കഴിച്ചില്ലായിരുന്നു. അതൊക്കെ ഞങ്ങൾ പാഴ്സൽ കൊണ്ടുവന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ.